വിശുദ്ധ കുരിശിന് മഹത്വം നൽകുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. എന്താണ് കുരിശ്? സുവിശേഷത്തിൻ്റെ ആദ്യവാക്യം ഇപ്രകാരമാണ് പറയുന്നത്: സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെയും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഒന്നാമതായി, യേശുനാഥൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കുരിശുമായി ആണ് ഇറങ്ങി വന്നത്. കാരണം കുരിശ് എന്നത് പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വലിയ പദ്ധതിയായിരുന്നു. ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ക്രിസ്തുനാഥൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തുവെങ്കിൽ യേശുനാഥൻ ജനിച്ചു വീഴുന്നതിന് മുൻപ് തന്നെ കുരിശ് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്നെ കുരിശുമായാണ് എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ വചനം പറയും: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടി ഇരിക്കുന്നു എന്ന്. ഉയർത്തുക, ഉയർത്തപ്പെടുക എന്ന സത്യമാണ് രണ്ടാമത്. അതൊരു ക്രിയാപദമാണ്. പെസഹ രഹസ്യത്തിലെ യേശുവിൻ്റെ 3 ഉയർത്തപ്പെടലുകളെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു കുരിശിലേക്ക് ഉയർത്തപ്പെടുന്നു, ക്രിസ്തു കല്ലറയിൽ നിന്നും ഉയർത്തപ്പെടുന്നു, 3 ക്രിസ്തു ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഈ 3 ഉയർത്തലുകളുടെയും ഉയർത്തപ്പെടലുകളുടെയും നിദാനം കുരിശ് തന്നെയാണ്. കുരിശ് എന്ന രക്ഷയുടെ വലിയ സത്യത്തിൻ്റെ കാരണമാണ് ക്രിസ്തുനാഥൻ്റെ ഈ 3 ഉയർത്തലുകളും മഹത്വീകരണത്തിൻ്റെ സത്യമായി മാറുന്നത്. അതുകൊണ്ടാണ് മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ നോക്കിയവരെല്ലാവരും ജീവിച്ചതുപോലെ കുരിശിനെ നോക്കുന്ന എല്ലാവരും മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കപ്പെടും. അഥവാ അവർ മരിക്കുകയില്ല, ജീവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാൽ കുരിശ് എന്നത് ജീവനിലേക്ക് ഉയർത്തപ്പെടുന്ന സത്യമാണ്. ഒരുവനെ മരണത്തിൽ നിന്നും ഉയർത്തുന്ന സത്യമാണ്. ഒരുവനെ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന സത്യമാണ്. അത്രത്തോളം ആഴമുള്ള രഹസ്യങ്ങളാണ് കുരിശിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത്. മൂന്നാമതായി, കുരിശ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രൂപമാണ്. ദൈവസ്നേഹം സത്യത്തിലും നന്മയിലും കരുണയിലും വേരൂന്നിയതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകുന്നു. കുരിശിൽ നിനക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് നീ വളരേണ്ടതുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്: നിന്റെ കുരിശുമെടുത്ത് നീ എൻ്റെ പിന്നാലെ വരിക. എൻ്റെ വേദനകൾ നിനക്ക് ഏറ്റെടുക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. നിന്റെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കുരിശിലേക്ക് നീ കയറി വരിക എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. അതിൽ സ്നേഹമുണ്ട്. കാരണം നിനക്ക് താങ്ങുവാൻ സാധിക്കുന്ന കുരിശിലൂടെ നീ എൻ്റെ കുരിശിൻ്റെ ഉള്ളിലേക്ക്, ജീവനിലേക്ക്, രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് കർത്താവ് പറയുകയാണ്. അത് സ്നേഹത്തിൻ്റെ, ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ നിദാനമാണ്, സത്യമാണ്. അത് നിന്നെ പാപാന്ധകാരത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ പൊൻവെളിച്ചത്തിലേക്ക് നയിക്കുന്ന രക്ഷയുടെ ഏറ്റവും വലിയ ആത്മീയ സ്രോതസ്സാണ്, ശക്തിയാണ്, സ്നേഹമാണ്. നാലാമതായി, കുരിശ് ദൈവവുമായുള്ള അഗാധ ബന്ധമാണ്. നമ്മുടെ അഗാധമായ ബന്ധം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട യേശു ക്രിസ്തുവുമായി ഉള്ളതാണ്. എന്നെയും ദൈവത്തെയും ബന്ധിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും മധ്യേ നിലകൊള്ളുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉപാധിയാണ് കുരിശ്. ഇത് ഒരു ദൈവബന്ധമാണ്. ദൈവബന്ധത്തിലേക്ക് എനിക്ക് കയറി ചെല്ലുവാനുള്ള പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ ബന്ധത്തിൽ നാം വളരും തോറും നമ്മുടെ വിശ്വാസം വളരുന്നു. അതുകൊണ്ട് തന്നെ കുരിശ് എന്നത് എൻ്റെ വിശ്വാസം വളരുവാനും എൻ്റെ ദൈവബന്ധം ഊട്ടിയുറപ്പിക്കുവാനുമുള്ള
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതി തൻ്റെ പുത്രനിലൂടെ അന്വർത്ഥമാക്കുന്ന സത്യമാണ്. അഞ്ചാമതായി, കുരിശ് എന്നത് ഒരു പകരം നൽകലാണ്. നിന്നെ ശിക്ഷിക്കുന്നതിന് പകരം തൻ്റെ സ്വന്തം പുത്രനെ ശിക്ഷിക്കുവാൻ പിതാവായ ദൈവം കാണിക്കുന്ന മനസ്സാണ്. ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവനെ ഏറ്റവും വലിയ പാപിയെപ്പോലെ ശിക്ഷിക്കുക വഴി ഏറ്റവും വലിയ പാപിയെപ്പോലും പാപം ചെയ്യാത്തവനായി മാറ്റുവാനുള്ള പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹ പദ്ധതിയാണ്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ഇതിനുപയോഗിക്കുന്ന ഗ്രീക്ക് പദം ദീദോമി എന്നാണ്. യേശുവിനെ ദൈവം ദാനമായി നൽകി, സമ്മാനമായി നൽകി ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, യേശുവിനെ പിതാവായ ദൈവം കുരിശിലേക്കു നൽകി നമുക്ക് സ്വർഗം ദാനമായി നൽകുവാൻ വേണ്ടി. അതാണ് യേശുവിനെ ദാനമായി പിതാവായ ദൈവം നമുക്ക് നൽകി നമുക്ക് സ്വർഗം ദാനമായി നൽകുവാൻ. അതിനുള്ള ഏക മാനദണ്ഡം കുരിശാണ്. പ്രിയരെ, ഏവർക്കും കുരിശിൻ്റെ മഹത്വീകരണ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. കുരിശിലൂടെ നമുക്ക് സ്വർഗം സ്വന്തമാക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്ക തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്ക തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല.
എന്നുകം പേറുക നിങ്ങളിന്ന് അരുൾ ചെയ്ത നാഥനെ അനുഗമിക്കാം. എന്നുകം പേറുക നിങ്ങളിന്ന് അരുൾ ചെയ്ത നാഥനെ അനുഗമിക്കാം. എൻ ഭാരമെല്ലാം പേറുന്നതെന്നാഥനാണെന്നറിയുന്നിതാ. എൻ ഭാരമെല്ലാം പേറുന്നതെന്നാഥനാണെന്നറിയുന്നിതാ. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ